നമസ്കാരം. ദ പാത്ത് ഇസ് ദ ഗോൾ എന്ന ഡിസ്കഷൻ സീരീസിന്റെ അടുത്ത സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കൂ. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തൂ. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കും. ഇപ്പോൾ ശരീരം പൂർണ്ണമായും റിലാക്സ്ഡ് ആയി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കൂ. ശ്വാസം ദീർഘമായി ഉള്ളിലേക്ക് എടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കൂ. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായും അനുഭവിക്കൂ. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിന്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കൂ. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കൂ. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. Please start meditation. ഓക്കെ, കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. എല്ലാവരെയും ഹാർദമായി ഹാർട്ട്ഫുൾനെസ് സഹജമാർഗ് മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ സിസ്റ്റത്തിൽ എങ്ങനെ ജോയിൻ ചെയ്യാം എന്നതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ എഡ്യൂക്കേഷനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ നമ്മൾ ഒബ്ജക്റ്റീവ് തലത്തിൽ, അതായത് ഈ ഉണർന്നിരിക്കുന്ന അവസ്ഥയിൽ നമ്മൾ അനുഭവിക്കുന്ന കാര്യങ്ങൾ, നേടുന്ന അറിവുകൾ, ഈ തരത്തിലാണ് മനസ്സിലാക്കുന്നത്. അതാണ് ഒബ്ജക്റ്റീവ്. ഒബ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ നമ്മുടെ 5 ഇന്ദ്രിയങ്ങൾ ആക്റ്റീവായിട്ടുള്ള ഒരു ടൈം, നമ്മൾ അതിനെ കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത്, കോൺഷ്യസ് ആയിട്ടുള്ള ഭാഗം. അപ്പൊ ഈ പഞ്ചേന്ദ്രിയങ്ങൾ ആക്റ്റീവായിട്ടുള്ള ഈ ഒരു ജാഗ്രത അവസ്ഥ, അവിടെ നമുക്ക് ഒരു വൈബ്രേറ്ററി സ്പെക്ട്രത്തിന്റെ ഉള്ളിൽ കാര്യങ്ങൾ മനസ്സിലാവും. ഓരോ സെൻസറി ഓർഗനും അതിന് പ്രത്യേക ഒരു വൈബ്രേഷനിലാണ് കാര്യങ്ങൾ സ്വീകരിക്കുന്നത്. അപ്പൊ നമുക്ക് ശ്രവണത്തിന്റെ കാര്യം എടുക്കാം. അതിന്റെ സ്പീഡ് 330 മീറ്റർ പെർ സെക്കൻഡോ എന്തോ ആണ്. കണ്ണിന്റെയോ ലൈറ്റിന്റെ വേഗത 3 ലക്ഷം മീറ്റർ പെർ സെക്കൻഡ്. ഈ ഒരു പീരിയഡ് ഏറ്റവും സ്ഥൂലമായിട്ടുള്ളത് നമുക്ക് ടച്ച് എന്ന് വയ്ക്കാം. സ്കിന്നിന്റെ വൈബ്രേഷൻ, മാറ്റർ. ഒരു സ്പെക്ട്രം ഉണ്ട്. നമുക്ക് വിഷന് ഒരു സ്പെക്ട്രം ഉണ്ട്, വിബ്ജിയോർ, അതിനുള്ളിലേ നമുക്ക് കാണാൻ സാധിക്കും.
കേൾക്കുന്നതിന് ഒരു സ്പെക്ട്രം ഉണ്ട്, അതിനുള്ളിൽ നമുക്ക് കേൾക്കാൻ സാധിക്കും. ടേസ്റ്റിന് ഒരു സ്പെക്ട്രം ഉണ്ട്, അതിനുള്ളിൽ നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ പറ്റും. സ്പർശത്തിനൊരു സ്പെക്ട്രം ഉണ്ട്, അതിനുള്ളിൽ നമുക്ക് ഈ സ്പർശം അനുഭവിക്കും. നമ്മളെക്കാളും കൂടുതൽ ഈ കഴിവുകളുള്ള ജീവജാലങ്ങളുണ്ട് നമുക്കറിയാം. നമ്മളെക്കാളും കൂടുതൽ കാഴ്ചശക്തിയുള്ള പക്ഷികളൊക്കെ ഉണ്ട്, എത്രയോ ദൂരം അവർക്ക് കാണാം. കേൾവി ശക്തി, ബാറ്റൊക്കെ ഉണ്ട്, സൂപ്പർസോണിക് സൗണ്ട്സ് ഒക്കെ കേൾക്കും എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മളതിനെ അൾട്രാസൗണ്ട് നമ്മുടെ ഇൻവെസ്റ്റിഗേഷനൊക്കെ ഉപയോഗിക്കും, അൾട്രാസോണോഗ്രാഫി. അപ്പോൾ അതുപോലെ തന്നെ അൾട്രാ വയലറ്റ് ലൈറ്റ്, ഇൻഫ്രാറെഡ് റേസ്. അപ്പൊ ഇതിൽ ഓരോ ഓർഗൻ ഉപയോഗിക്കുമ്പോൾ അതിനൊരു സ്പെക്ട്രം ഉണ്ട്. ഇതെല്ലാം നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് എത്ര നാരോ ആയിട്ടുള്ള ഒരു സ്പെക്ട്രത്തിലാണ് നമ്മൾ അനുഭവങ്ങൾ അനുഭവിക്കുന്നത്. അപ്പൊ നമ്മൾ ബോധതലത്തിൽ കാര്യങ്ങൾ അറിയുന്നു എന്ന് പറയുമ്പോൾ ഇത്രയും നാരോ സ്പെക്ട്രത്തിലാണ് നമ്മൾ അറിയുന്നത്. അപ്പൊ ഈ സ്പെക്ട്രത്തിന്റെ താഴെയുള്ള വൈബ്രേഷൻസ് അത് നമുക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കില്ല. പക്ഷെ അതവിടെ ഇല്ല എന്ന് പറയാൻ സാധിക്കില്ല, തീർച്ചയായിട്ടും ഉണ്ട്. ഇതിനേക്കാളും ഹയർ വൈബ്രേഷൻ, ലൈറ്റിനേക്കാളും അതിവേഗത്തിലുള്ള വൈബ്രേഷൻസ് ഉണ്ട്. അതും നമുക്ക് ഇന്ദ്രിയങ്ങൾ കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കില്ല. അപ്പൊ ഈ എല്ലാ തലങ്ങളിലും നമ്മളുടെ കോൺഷ്യസ് ഭാഗം എന്ന് പറയുന്ന നമ്മുടെ വൈബ്രേറ്ററി സ്പെക്ട്രം, അതിൽ ഉൾക്കൊള്ളുന്ന വൈബ്രേഷൻ, പിന്നെ നമ്മൾ അനുഭവിക്കാൻ സാധിക്കാത്ത ലോവർ വൈബ്രേഷൻ, ഹയർ വൈബ്രേഷൻ, എല്ലാത്തിലേക്കും നമുക്ക് കണക്ഷൻ ഉണ്ട്. നമ്മുടെ ഫ്ലോ, നമ്മുടെ ജീവൻ എന്ന് പറയുന്ന ഫ്ലോ ഇതെല്ലാം ഉൾക്കൊള്ളുന്നതാണ്. നമുക്ക് ചിലത് മാത്രമേ ഇവിടെ അനുഭവിക്കേണ്ട ആവശ്യം ഉള്ളൂ എന്ന് മാത്രമേ. അപ്പൊ ലൈറ്റിനേക്കാളും വേഗതയിൽ പോകുമ്പോൾ എന്തായിരിക്കും? അവിടെ മോഡേൺ സയൻസ് പിന്നെ പ്രവർത്തിക്കില്ല എന്നാണ് പ്രസിദ്ധരായുള്ള സയന്റിസ്റ്റ് പറയുന്നത്. കാരണം അതിനേക്കാളും വേഗതയിൽ പോകുമ്പോൾ സമയം പുറകോട്ട് പോകുന്നു. പക്ഷെ അതിനേക്കാളും ഹയർ സ്പെക്ട്രംസ് ഉണ്ട്. അതിന് നമുക്ക് സൂപ്പർ കോൺഷ്യസ്നസ് എന്ന് പറയാം, കോൺഷ്യസ്നസിന്റെ മുകൾ ഭാഗം. ഇനി ലോവർ വൈബ്രേഷൻ, നമ്മൾ ടച്ച് കൊണ്ട് അനുഭവിക്കാൻ സാധിക്കുന്ന വൈബ്രേഷനേക്കാൾ ലോവർ ആയിട്ട് വരും. നമുക്ക് സ്പർശിക്കാനും മനസ്സിലാവാത്ത ഏരിയാസ് ഉണ്ട്, നമുക്ക് ഒരിക്കലും ആ വൈബ്രേഷൻ ആക്സസ് ചെയ്യാൻ പറ്റില്ല. അതിനെ നമ്മൾ സബ് കോൺഷ്യസ്നസ് എന്ന് പറയും. ഈ സൂപ്പർ കോൺഷ്യസും സബ് കോൺഷ്യസും നമുക്ക് ഈ ഇന്ദ്രിയങ്ങൾ കൊണ്ട് ആക്സസബിൾ അല്ല, പക്ഷെ അതവിടെ ഉണ്ട്. പല പുസ്തകങ്ങളും സബ് കോൺഷ്യസിനെ പറ്റി എഴുതിയിട്ടുണ്ട്. സബ് കോൺഷ്യസിന്റെ എനർജീനെ, പവറിനെ ടാപ്പ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഈ സബ് കോൺഷ്യസസ് പറയുന്നത്? സബ് കോൺഷ്യസസ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി നമ്മുടെ ഉള്ളിൽ ആക്സസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ, അത് ഗ്രോസസ്റ്റ് ലെവലിൽ കിടക്കുകയാണ്. മാറ്ററിന്റെ സ്ഥൂലമായിട്ട് നമ്മൾ പഞ്ചഭൂതങ്ങൾ എന്ന് പറയും, ഭൂതമാണ് ശരിക്കും ഡെഡ് മാറ്റർ എന്ന് നമ്മൾ പറയും. ഇപ്പോൾ കല്ലോ മണ്ണോ അതൊക്കെ ഡെഡാണ് എന്ന് നമ്മൾ പറയും. നഖം, നമ്മുടെ ശരീരത്തിൽ എത്രയോ കാര്യം, നമ്മുടെ സ്കിന്നൊക്കെ പലതും ഡെഡാണ്, മുടിയും ഡെഡാണ്. അപ്പോൾ ഇത്രയും ഡെഡ് ടിഷ്യൂ നമ്മുടെ ഉള്ളിൽ, നമ്മൾ ഡെഡാണ് നമ്മൾ കരുതുന്നു, പക്ഷെ ശരിക്കും അത് ഡെഡല്ല. കാരണം അത് വേറൊരു തരത്തിലുള്ള ലൈഫ് സൈക്കിളിലേക്ക് അത് പോവുകയാണ്. എല്ലാം റീസൈക്കിൾ ചെയ്യപ്പെടുന്നു, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ ഈ തരത്തിൽ നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന സബ് കോൺഷ്യസ് സ്പെക്ട്രം, നമ്മൾ ഇൻറ്റസ്റ്റൈൻസ് പ്രവർത്തിക്കുന്നു, ഹാർട്ട് പ്രവർത്തിക്കുന്നു, ലങ്സ് പ്രവർത്തിക്കുന്നു, ഇതെല്ലാം എവല്യൂഷന്റെ സ്പെക്ട്രത്തിൽ നമ്മൾ ഓൾറെഡി കടന്നു വന്ന കാര്യങ്ങളാണ്. അതൊന്നും നമ്മൾ ഇനി പുതുതായിട്ട് പഠിക്കേണ്ട കാര്യമില്ല. അപ്പൊ ഇതൊക്കെ പഠിക്കേണ്ട ഒരു എവല്യൂഷന്റെ സ്റ്റേജ് ഉണ്ടായിരുന്നു. ആലോചിച്ചു, ദഹിപ്പിക്കുക എന്നുള്ളത് ഒരു ആക്റ്റീവായിട്ടുള്ള ഒരു പണിയായിരുന്നെങ്കിൽ നമുക്ക് വേറെ പണിക്കൊന്നും സമയം കിട്ടില്ല. ഭക്ഷണം കെടുക്കുക, ദഹിപ്പിക്കുക. ഇപ്പൊ യൂണിസെല്ലുലർ ഓർഗാൻസിനൊക്കെ എടുത്ത് നോക്കിയല്ലേ, ജീവികളൊക്കെ നോക്കിയല്ലേ, അവർക്ക് അതാണ് അവരുടെ ജീവിതം, അതിൽ മാത്രം ഇമ്പോർട്ടൻസ് നടക്കുന്നു. നമ്മളത് കടന്നുപോയി, ഇനി നമ്മളതൊന്നും അതിന് സമയം കളയണ്ട, നിങ്ങൾ ഇതിനേക്കാൾ ഉയർന്നോളൂ എന്നുള്ള രീതിയിലാണ് എവല്യൂഷൻ നമ്മൾ എത്തിയിട്ടുള്ളത്. പക്ഷെ അതിന്റെ അർത്ഥം നമ്മളതിൽ നോളജ് നേടി എന്നല്ല, കാരണം നമുക്കതിന്റെ എക്സ്പീരിയൻഷ്യൽ അറിവില്ല. അതുകൊണ്ടാണ് എപ്പോഴും നമുക്ക് അവിടെ വേദന അനുഭവിക്കാൻ നമ്മൾ അങ്ങോട്ട് പോകുന്നു, മനസ്സ് അങ്ങോട്ട് പോകും. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന്റെ കൺട്രോളിലാണ്. അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന, നമ്മളിലേക്ക് ഒഴുകി വരുന്ന ഫ്ലോ, മനസ്സ് എന്നുള്ള ഫ്ലോ, അത് ഇന്ദ്രിയങ്ങളിലൂടെ മാനിഫെസ്റ്റ് ചെയ്യുക മാത്രമേ നമുക്ക് കോൺഷ്യസ്നസ് ആവുന്നു. നമ്മളെക്കാളും ഉയർന്ന തലത്തിലുള്ള ഫ്ലോ ഉണ്ട്. റെവലേഷൻസ് ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, സയന്റിസ്റ്റുകൾക്ക് ഉണ്ടായിട്ട് റെവലേഷൻസ്. ഐസക് ന്യൂട്ടൺ, ആൽബർട്ട് ഐൻസ്റ്റീൻ, മാഡം ക്യൂറി, ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ, അലക്സാണ്ടർ ഫ്ലെമിംഗ്, നമ്മൾ ഏത് സയന്റിസ്റ്റിന്റെ എടുത്താലും അവർക്ക് പെട്ടെന്ന് ഒരു ബോധോദയം ഉണ്ടാവുക, എവിടുന്നോ ഒരു റെവലേഷൻ വന്നു, അത് ആക്സസ് ചെയ്യുന്നു.
അത് ആക്സസ് ചെയ്തതിനു ശേഷം അത് നമ്മുടെ നോളജ് ആയിട്ട് മാറും. ഇപ്പൊ നമ്മൾ ആറ്റം ബോംബ് ഉണ്ടാക്കി അത് ദുരുപയോഗപ്പെടുകയാണ്. നമ്മൾ ആന്റിബയോട്ടിക് കണ്ടെത്തി, ആന്റിബയോട്ടിക്സ് നമ്മൾ മനുഷ്യരാശിയുടെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കണം, അങ്ങനെയാണോ ഉപയോഗിക്കുന്നത്? റേഡിയോ ആക്ടിവിറ്റി നന്മയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കണം. അപ്പൊ നമ്മൾ ശരിക്കുള്ള നോളജാണ് ആക്സസ് ചെയ്തതെങ്കിൽ നമ്മൾ അതിലേക്ക് പിന്നെ അട്രാക്റ്റഡ് ആവില്ല, അറ്റാച്ച്ഡ് ആവില്ല, നമ്മൾ അതിന്റെ അടുത്ത ലെവലിലേക്ക് കടന്നു പോകാൻ തയ്യാറാവും. ശരിക്കുള്ള നോളജ് അല്ല നമ്മൾ ആക്സസ് ചെയ്തെങ്കിൽ നമ്മൾ അതിൽ അറ്റാച്ച്ഡ് ആവും. ഇപ്പൊ ശരീരത്തിൽ നമ്മൾ അറ്റാച്ച്ഡ് ആണ്, നമ്മുടെ മുടി, ഹെയർ സ്റ്റൈല്, നമ്മുടെ മുഖം, നമ്മുടെ ബോഡി, ഇതിലൊക്കെ നമ്മൾ വളരെ വലിയ പ്രാധാന്യം കൊടുക്കുന്നു. അതൊക്കെ നമ്മൾ കാണിക്കുന്ന എന്താണ്? നമ്മൾ അതിന്റെ ശരിക്കുള്ള യൂട്ടിലൈസേഷൻ പഠിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ ഉള്ളിലുള്ള ഈ തരത്തിലുള്ള പാസ്റ്റിലുള്ള അറിവുകൾ നമ്മളിലേക്ക് അൺവൈൻഡ് ചെയ്ത് വരുമ്പോൾ അനുഭവങ്ങളായിട്ട് വരുന്നു. അത് നമ്മുടെ കോൺഷ്യസ്നെസ്സിലുള്ള, കോൺഷ്യസ് ആയിട്ടുള്ള ഈ ഉണർന്നിരിക്കുന്ന അവസ്ഥയുടെ സംവേദനക്ഷമതയെ, സെൻസിറ്റിവിറ്റിയെ ബാധിക്കുന്നു. അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. പ്യൂരിഫൈഡ് ആയിട്ടുള്ള രീതിയിലായിരുന്നെങ്കിൽ, ശരിക്കുള്ള നോളജ് ആയിരുന്നെങ്കിൽ നമുക്ക് ശരിക്കുള്ള ആ അറിവിനെ ഉപയോഗിക്കാൻ സാധിക്കും. നമ്മളൊരു കാഴ്ച കാണുകയാണെങ്കിൽ ആ കാഴ്ചയുടെ യഥാർത്ഥ അർത്ഥം മനസ്സിലാക്കുക. അപ്പൊ നമ്മളൊരു വ്യക്തിയെ കാണുകയാണ്, ആ വ്യക്തിയെ, അദ്ദേഹത്തിന്റെ ഫീലിങ്സ് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ, അദ്ദേഹത്തിന്റെ യഥാർത്ഥ കണ്ടീഷൻ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മളിൽ പാസ്റ്റ്, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള അറിവുകൾ നമുക്ക് പ്രോബ്ലം ഉണ്ടാക്കാൻ പാടില്ലായിരുന്നു. അപ്പോൾ നമ്മളുടെ പ്രജുഡിസസ് വരുന്നു. ഇത് ഈ റിലിജനാ, ഇത് ആ റിലിജനാ, ഈ കാസ്റ്റ് ആ കാസ്റ്റ്, ഈ ഫാമിലി ആ ഫാമിലി, ഈ ലാംഗ്വേജ് ആ ലാംഗ്വേജ്, ഈ രൂപം, കറുത്തവൻ വെളുത്തവൻ, ഈ തരത്തിലുള്ള പ്രജുഡിസസ് നമ്മുടെ ഉള്ളിൽ, നമുക്ക് അവരുടെ ശരിക്കുള്ള ഹാർട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ജീവജാലങ്ങളിലേക്ക് നോക്കും, നമുക്ക് അവിടെയുണ്ട് നമുക്ക് ഇഷ്ടമുള്ളതും ഇഷ്ടമല്ലാത്തതൊക്കെ. നമ്മുടെ സങ്കല്പങ്ങളാണ് അതെല്ലാം ബാധിക്കുന്നത്. അപ്പൊ എവല്യൂഷണറി സ്പെക്ട്രത്തിൽ നമ്മൾ കടന്ന് വന്നിട്ടുണ്ടെങ്കിലും നമ്മൾ അതിന്റെ യഥാർത്ഥ അറിവ് നേടിയിട്ടില്ല. മണിച്ചിത്രത്താഴിന്റെ ഉദാഹരണം ഇന്നലെ പറഞ്ഞു. മണിച്ചിത്രത്താഴ് എന്നുള്ള സിനിമയിൽ ഏതോ ഒരു പാസ്റ്റിൽ ഉണ്ടായിട്ടുള്ള ഒരു അനുഭവം, നാഗവല്ലി, അത് അവര് അനുഭവിച്ചു എന്നുള്ളതില്ല. ഉപബോധ മനസ്സ്, സബ് കോൺഷ്യസിൽ ഈ ലോകത്തിലുണ്ട്. നമ്മൾ അതിന് വേണ്ടി നമ്മൾ അട്രാക്റ്റ് ആവുകയാണെങ്കിൽ നമ്മളെ പെട്ടെന്ന് അത് ആകർഷിക്കുന്നു. ഒരു മദ്യപാനിയെ മദ്യത്തിന്റെ ഷോപ്പ് ആകർഷിക്കുന്നത് പോലെ ഈ ലോകത്തില് സബ് കോൺഷ്യസ് ആയി കിടക്കുന്ന പേഴ്സണാലിറ്റീസ് നമ്മൾ അതിലേക്ക് കണക്റ്റഡ് ആണെങ്കിൽ, അതായത് നമുക്ക് ശരിക്കുള്ള അറിവ് നേടിയില്ലെങ്കിൽ അപ്പോഴാണ് നമ്മൾ അറ്റാച്ച്ഡ് ആവുന്നത്. അപ്പോൾ ആകുമ്പോൾ അത് നമ്മളെ ശരിക്കുള്ള വിഷനെ, ശരിക്കുള്ള കാഴ്ചപ്പാടിനെ ബാധിക്കുന്നു. ഇപ്പൊ ഡ്രഗ് അഡിക്സിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. ഇപ്പോൾ മനസ്സിന്റെ ശരിക്കുള്ള ആ റെഗുലേഷൻ വരാത്തതുകൊണ്ട് മനസ്സിനെ റെഗുലേറ്റ് ചെയ്യാനായിട്ട് പുറത്തുനിന്നൊരു സാധനം വേണ്ടി വരിക, അഡിക്ഷൻ വരികയാണ്. എന്തിനും നമുക്ക് ഒരു അഡിക്ഷൻ വരികയാണെങ്കിൽ അതിപ്പോ ഡ്രഗ് ആവണമെന്നില്ല, പാട്ടാവാം, ആർട്ടാവാം, വിദ്യയാവാം, വർക്കാവാം, എല്ലാം വർക്ക് ഹോളിക് എന്നൊക്കെ പറയും. അതും ഒരു അഡിക്ഷനാണ്. അതില്ലെങ്കിൽ എനിക്ക് പറ്റില്ല. പുസ്തകങ്ങളില്ലെങ്കിൽ പറ്റില്ല, ശക്തി ഇല്ലെങ്കിൽ, പവർ ഇല്ലെങ്കിൽ പറ്റില്ല. പവറിന് വേണ്ടി പിന്നെയും ദാഹിക്കുന്ന ആൾക്കാരുണ്ട്, പിന്നെയും അത് തന്നെ, കാരണം അത് അഡിക്റ്റഡ് ആണ്. ഇപ്പൊ ശരിക്കുള്ള ഒരു അറിവ് ലഭിച്ച ഒരാൾക്ക് അതിന് അഡിക്ഷൻസ് ഉണ്ടാവാൻ പറ്റില്ല. കാരണം അയാൾ സെൽഫ് ഡിപ്പെൻഡന്റ് ആവുന്നു, സെൽഫിൽ സ്റ്റേബിൾ ആവുന്നു, സ്ഥിതപ്രജ്ഞൻ എന്ന് ഭഗവത്ഗീതയിൽ പറയുന്നു. അപ്പൊ അങ്ങനെ ശരിക്കുള്ള അറിവ് നേടിയ ഒരാൾക്ക് പ്യൂർ ആയിട്ടുള്ള വിഷൻ ഉണ്ടാവും. ആ ശരിക്കുള്ള അറിവാണ് സ്നേഹം എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മുടെ കുട്ടി, എൻ്റെ മോള് അല്ലെങ്കിൽ സ്വന്തം കുട്ടി, ആ കുട്ടി അനുഭവിക്കുന്ന വിഷമം നമുക്ക് ഹൃദയത്തിൽ ഫീൽ ചെയ്യും. കാരണം നമുക്ക് സ്നേഹമുണ്ട്. പക്ഷെ അടുത്തുള്ള വേറൊരു കുട്ടിയുടെ വിഷമം അതേപോലെ നമുക്ക് പറ്റുന്നില്ല. ഒരു ഉദാഹരണമുണ്ട്. എൻ്റെ കാല് മുറിഞ്ഞാൽ എനിക്ക് വേദനിക്കും, എൻ്റെ കുട്ടിയുടെ കാല് മുറിഞ്ഞാലും നമുക്ക് വേദനിക്കും. പക്ഷെ അപ്പുറത്തുള്ള കുട്ടി, വേറെ രാജ്യത്തിലെ കുട്ടിയുടെ കാല് മുറിഞ്ഞാൽ വേദനിക്കും, അത് വരില്ല. കാരണം നമ്മൾ അവരായിട്ട് കണക്റ്റഡ് അല്ല. അപ്പൊ നമ്മുടെ ഈ സെൻസറി ഓർഗൻസ് ജാഗ്രത അവസ്ഥയിലുള്ള ഈ പ്രവർത്തനത്തെ അതിൽ മാത്രം നമ്മൾ നിലനിന്നുകൊണ്ട്, അതിനെ മാത്രം സത്യം എന്ന് കരുതിക്കൊണ്ട് പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ കാഴ്ചപ്പാട് ശരിയാണോ? അപ്പൊ ഒരു പ്യൂരിഫിക്കേഷൻ ആവശ്യമില്ല. നമ്മുടെ ഉള്ളിൽ ആർജിച്ചിട്ടുള്ള അറിവുകളെ നമുക്ക് നമ്മുടേത് തന്നെ ആക്കണ്ടേ? അങ്ങനെ പ്യൂരിഫൈഡ് ആയിട്ടുള്ള പെർസെപ്ഷൻ കൊണ്ടുവരണ്ടേ?
അപ്പൊ ഈ തോട്ട്സിനെ പറ്റിയിട്ട് ഈ ചിന്തകളെ പറ്റി ഒന്ന് ഇൻട്രോസ്പെക്ട് ചെയ്യൂ. അടുത്ത സെഷനിൽ വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.